സാധാരണയായിട്ട് ITR ഫയലിംഗ് സീസണൊക്കെ ആവുന്ന സമയത്ത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞങ്ങളിപ്പോൾ ITR ഫയൽ ചെയ്യാൻ പോവാണല്ലോ, ITR 3ലും 4ലും ഒക്കെ എത്ര ബിസിനസ് ടേൺ ഓവർ വന്നതെന്നും അതുപോലെ തന്നെ ഏത് ടൈപ്പ് ബിസിനസ്സാണ് ചെയ്യുന്നതെന്നുള്ളതും, അതായത് നേച്ചർ ഓഫ് ബിസിനസ് എല്ലാം തന്നെ ITR ഫോം ഫയൽ ചെയ്യുമ്പോൾ നമ്മളതിൽ കാണിക്കാറുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് പിന്നെ നമുക്ക് GST രജിസ്ട്രേഷനൊക്കെ എടുക്കേണ്ടി വരുമോ, GST ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് നോക്കാനുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങളുടെ നേച്ചർ ഓഫ് ബിസിനസ് സർവീസ് പ്രൊവൈഡിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ടോട്ടൽ ടേൺ ഓവർ 20 lakhs ക്രോസ് ചെയ്തിട്ടുണ്ടോ, അതായത് GSTയിലെ റിസോൾട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഗുഡ്സ് ആണ് സെല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 40 lakhs ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കൊല്ലം നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിരുന്നു, പക്ഷേ നിങ്ങൾ എടുത്തിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് GST രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളായിട്ട് ഇത് ഡിക്ലെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും, അതായത് ITR ഫോമിൽ 3ലും 4ലും നിങ്ങളായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല, നിങ്ങൾ ഇങ്ങനെ എടുക്കേണ്ടി വരുമെന്നുള്ളൊരു ഇഷ്യൂ കൊണ്ട് നിങ്ങളുടെ ടേൺ ഓവർ കുറച്ച് കാണിക്കുന്ന പോലെയുള്ള പരിപാടികൾ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങളുടെ 26 ASൽ അതർ പാർട്ടീസ്, നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടീസ് എല്ലാം തന്നെ ബിസിനസ് ചെയ്യുമ്പോൾ TDS കട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ട്രാൻസാക്ഷൻ എമൗണ്ട് മുകളിൽ TDS കട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ടോട്ടൽ എമൗണ്ടും എത്ര എമൗണ്ടാണ് TDS കട്ട് ചെയ്തതെന്നുള്ളതും വ്യക്തമായിട്ട് 26 ASൽ മാനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ എല്ലാം തന്നെ ഡെപ്പോസിറ്റ്സിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഫണ്ട് വന്നിട്ടുള്ളത്, ടേൺ ഓവർ എത്രയാണ്, ഇതെല്ലാം തന്നെ നിങ്ങളുടെ പേരിൽ അവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ITRൽ കൊടുക്കുന്നതും അതും ഒരു പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡല്ല. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ടേൺ ഓവറും അതുപോലെ തന്നെ 26 AS ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം തന്നെ ചെക്ക് ചെയ്യുക. പ്രോപ്പറായിട്ട് തന്നെ ITR ഫയൽ ചെയ്യുക. GST രജിസ്ട്രേഷൻ എടുക്കേണ്ടവരാണ് എങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. കൺസൾട്ടേഷന് വേണ്ടിയും ITR ഫയലിംഗ് സർവീസുകൾക്ക് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്